പിന്നെ കേൾക്കുമ്പോഴേ നമുക്കറിയാം. ഒരു പ്രത്യേകതരം ക്യൂട്ട് ജീവിവർഗം അല്ലേ? നല്ല രസമല്ലേ? കാണുമ്പോഴേ നിഷ്കളങ്കത, അതിൻ്റെ ബിഹേവിയർ, എക്സ്പ്രഷൻ എല്ലാം കുഞ്ഞുങ്ങളെ പോലെ അല്ലേ? ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ മഞ്ഞുമലയുടെ മുകളിൽ കൂടെ തത്തി നടക്കുന്നതായിരിക്കും ഓർമ്മ വരുന്നത്. പക്ഷേ നമ്മളറിയാത്തൊരു കാര്യം ഇതിൽ ടെററായിട്ടുള്ള പെൻഗ്വിൻസും ഉണ്ട്. പണ്ട് പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട് 1910-11 കാലഘട്ടത്തിൽ ജോർജ് മുറെ ലേവിസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ഒരു ഇതുപോലത്തെയുള്ള നേച്ചേഴ്സിനെ പറ്റി പഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അദ്ദേഹം അഡൽറ്റ് പെൻഗ്വിനെ പറ്റി പഠിക്കാൻ വേണ്ടി അന്റാർട്ടിക്കയിൽ ചെന്നു. അവിടെ വെച്ച് അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ ശാസ്ത്രലോകത്തെ പോലും പിടിച്ചു കുലുക്കാൻ പറ്റുന്നതായിരുന്നു. അദ്ദേഹം അതുകൊണ്ട് പേടിച്ചിട്ട് നോട്ട് എഴുതിയത് എങ്ങനെയാണെന്നറിയോ? ക്ലാസിക് ഗ്രീക്ക് ലാംഗ്വേജ്. എന്തിനാ? ആരും ഇത് വായിക്കാതിരിക്കാൻ വേണ്ടി. കാരണം ഈ ക്ലാസിക് ഗ്രീക്ക് ലാംഗ്വേജ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയെന്നറിയോ? ഇത് ശാസ്ത്രലോകത്തെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ലേഖനം വായിച്ചിട്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഓർത്ത് പേടിച്ചാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്. ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? 2012 ആയപ്പോഴത്തേക്കിനും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഈ ലേഖനം എടുത്തങ്ങ് പബ്ലിഷ് ചെയ്തു. ഈടായിട്ടുള്ളത് എന്താണല്ലേ? പറഞ്ഞുതരാം. ഈ പെൻഗ്വിൻ്റെ ഇടയിൽ നെക്രോഫീലിയ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുതന്നെ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സെയിം സെക്സ് മേറ്റ്. ഈ കല്ലിനോട് പോലും ഇത് മേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും, കുഞ്ഞുങ്ങളെ കൊല്ലും. ഈവൻ കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ മറ്റു പെൻഗ്വിൻ്റെ കുഞ്ഞുങ്ങളെ അടിച്ചുകൊണ്ട് വരും. നമ്മുടെ പൈസ പോലെ തന്നെ ഇവരുടെ പേക്കൽ സ്റ്റോൺ എന്ന് പറയും. ആ സംഭവത്തിന് വേണ്ടി ഇവർ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ചില പെൻഗ്വിനുകൾ അതിൻ്റെ പങ്കാളി ഉണ്ടാക്കിയ കൂട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിണ്ടാതെയും പറയാതെ അങ്ങ് മുങ്ങും. ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി. ഇദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് അതീതമായിരുന്നു ഈ കണ്ടെത്തതെല്ലാം. ഇതൊക്കെ വേറിട്ടായിട്ടുള്ള കാര്യങ്ങളല്ലേ? ആഴമുള്ള ചക്കയിൽ ചുളയില്ലെന്ന് പറയുന്നത് പോലെയാണ് ഈ ക്യൂട്ട്നെസ്. എപ്പോഴും ക്യൂട്ട്നെസ് ആകത്തില്ല. നമ്മുടെ സിനിമയിൽ കാണത്തില്ലേ ക്യൂട്ട് വില്ലന്മാർ? അതേപോലെ തന്നെയാണ് പല മുഖങ്ങളും. അപ്പോൾ ഇതുപോലെയുള്ള ചില ഞെട്ടിക്കുന്ന സത്യങ്ങളുമായി ഇനിയും ഞാൻ വരാം. ബൈ ബൈ, സീ യു സൂൺ.